ഹലോ കൂട്ടുകാരെ, ഇനി നമുക്ക് പപ്പായ വെച്ചിട്ട് നല്ലൊരു ഉപ്പേരി നോക്കിയാലോ. ഇത് പപ്പായനെ ഇതേപോലെ തൂല് കളഞ്ഞിട്ട് ഇതേപോലെ നല്ല സ്വന്തം കുട്ടപ്പനാക്കി എടുക്കുക കേട്ടോ. എന്നിട്ട് പപ്പായനെ നടുമുറിച്ചിട്ട് അതിൻ്റെ ഉള്ളിലുണ്ടാകുന്ന കുരുവിനൊക്കെ നമുക്ക് നന്നായി നീക്കം ചെയ്ത് എന്താ പറയുക, ഇതിലിങ്ങനെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ആദ്യം ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. പപ്പായ ഉപ്പേരി നല്ല ടേസ്റ്റ് കേട്ടോ. നാടൻ പപ്പായനെ പറയണ്ട, അടിപൊളി ടേസ്റ്റ് ആയിരിക്കുക. അപ്പോൾ ഇതിനെ നീളത്തിൽ അരിഞ്ഞിട്ട് അതിന് വീണ്ടും കുഞ്ഞു കുഞ്ഞായ കഷ്ണങ്ങളായിട്ട് നമ്മളിങ്ങനെ അരിഞ്ഞെടുക്കണം കേട്ടോ. എത്ര കാനം കുറച്ച് അരിഞ്ഞോ അത്രയും പെട്ടെന്ന് അത് വെന്ത് കിട്ടും. പിന്നെ ചിലവർ കുക്കറിൽ ജസ്റ്റ് ഒരു വിസിലടിക്കും. പക്ഷെ നമ്മളതൊന്നും ചെയ്യുന്നില്ല. അത് പപ്പായ ഇതേപോലെ എടുത്തു. എന്നിട്ട് അതിലേക്ക് ആവശ്യമുള്ള വെളുത്തുള്ളി, ചുവന്നുള്ളി, അതേപോലെ തന്നെ ഒരു 10 വറ്റൻമുളകാണ് അതിലേക്ക് വേണ്ടിയിട്ട്. മുളക് പൊടിയൊക്കെ നല്ലത്. അതൊന്ന് മിക്സിയിലൊന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തിട്ട് ഇങ്ങനെ എടുത്തു. ഇനി നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് ചീനച്ചട്ടിയിൽ. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ ഈ മിക്സിയിലൊന്ന് അടിച്ചെടുത്ത ഈ ഒരു എന്താ പറയുക, വറ്റമുളകും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കൂടിയിട്ടുള്ള അത് മൂപ്പിച്ചു. അതിലേക്ക് ഇതപ്പോൾ നമ്മൾ പപ്പായ ആഡ് ചെയ്യാൻ പോവുകയാണ്. പപ്പായ ആഡ് ചെയ്തു. ആവശ്യത്തിന് കുറച്ച് വെള്ളം ഇങ്ങനെ തെളിച്ച് കൊടുത്തു. കറിവേപ്പില ആഡ് ചെയ്യുക. അതേപോലെ ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പ് ആഡ് ചെയ്യുക. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ പപ്പായ ഉപ്പേരി ഇനി അടച്ച് ആവിയിൽ വേവിച്ചെടുത്ത സൂപ്പർ പപ്പായ ഉപ്പേരി റെഡിയാവും. എന്താ പറയുക, എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റുള്ള ഒരു പപ്പായ ഉപ്പേരിയാണ്.